മെയ് 4 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വടകര പോലീസ് സ്റ്റേഷനിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തു. ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുസ്ഥലത്ത് പടക്കം പൊട്ടിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ബൈക്ക് റാലി അനുവദിക്കുന്നതിൽ ഉൾപ്പെടെ ചില തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് വടകര CI AV ദിനേശ് വിശദീകരിക്കുന്നത് കേൾക്കാം. ഈ വരുന്ന മെയ് 4 നിയമസഭാ ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ നടത്തുന്ന ആഹ്ലാദ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങളാണ് വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുടെ ഒരു മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്ത എല്ലാ തീരുമാനങ്ങളും തന്നെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നിയമാനുസൃതമുള്ള പ്രകടനങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ പൊതുസ്ഥലത്ത് വെച്ച് പടക്കം പൊട്ടിക്കുക, മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീടുകളിലോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിന് മുമ്പിൽ വെച്ചോ പടക്കം പൊട്ടിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മൈക്ക് പെർമിഷനുള്ള വാഹനങ്ങൾ മാത്രമേ ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടാതെ പ്രകടനങ്ങൾ നടത്തുന്ന അവസരത്തിൽ പ്രാദേശിക നേതാക്കന്മാരുടെ സാന്നിധ്യം അതിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. അത്തരത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രകടനം നടത്താൻ പാടുള്ളൂ. ബൈക്ക് റാലി ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. കൂടാതെ ബൈക്കുകളിൽ വലിയ കൊടികളൊക്കെ വഹിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ, അതുപോലെ തന്നെ ഒറ്റക്കൊറ്റക്കായി പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും അംഗീകരിക്കുന്നതല്ല. അതുകൂടാതെ സാമൂഹിക മാധ്യമങ്ങൾ വഴി എതിർ രാഷ്ട്രീയ കക്ഷികളെയോ നേതാക്കന്മാരെയോ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരുതര പോസ്റ്റിങ്ങുകളും നടത്താൻ പാടില്ല എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഉയർത്തിയിട്ടുള്ള പോസ്റ്ററുകൾ, കൊടിതോരണങ്ങളും മറ്റും നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരെ കൊണ്ട് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഇല്ല, DJ-യുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അനുമതിയും ഞങ്ങൾ കൊടുക്കുന്നില്ല. DJ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രകടനങ്ങൾ അതിൻ്റെ ഒരു സമയ ക്രമീകരണത്തിൻ്റെ നിലയിൽ അതാത് മണ്ഡലത്തിൽ ജയിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് 4-ാം തീയതിയും സംസ്ഥാന തലത്തിൽ വിജയിക്കുന്ന കക്ഷികൾക്ക് 5-ാം തീയതിയും മറ്റ് പ്രദേശങ്ങളിൽ വിജയിച്ചിട്ട് നടത്തുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ 6-ാം തീയതിയിലേക്കും മാറ്റണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും തന്നെ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ യോഗത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.